നമസ്കാരം, വെട്ടർ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. റെയിൽവേ ട്രാക്കിൽ കല്ലുവെച്ചതിനും അപകടകരമായ വിധം ട്രാക്കിലൂടെ നടന്നതിനും 4 കുട്ടികൾക്കെതിരെ തിരൂരിൽ നിയമ നടപടി. RPF നടത്തിയ അന്വേഷണത്തിൽ തിരൂർ താനൂർ റെയിൽവേ സ്റ്റേഷനുകളിലൂടെ ഇടയ്ക്ക് വെച്ചാണ് ശിക്ഷാസ്പദമായ സംഭവം നടന്നത്. കേരള മാപ്പിളകലാ അക്കാദമി തിരൂർ ചാപ്റ്റർ അംഗങ്ങളിൽ നിന്നും തിരൂർ നഗരസഭാ കൗൺസിലർമാരായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. തിരൂർ ചാപ്റ്ററിലെ അംഗങ്ങളായ നഗരസഭാ ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം മാജി, വൈസ് ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി, കൗൺസിലർ ഗഫൂർ പിലിലിസ് എന്നിവർക്കാണ് സ്വീകരണം ഒരുക്കിയത്. അയ്യപ്പൻ്റെ മുതൽ കട്ടവരാരും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 100 സീറ്റോടെ UDF അധികാരത്തിൽ വരും. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും UDFന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും രമേശ് ചെന്നിത്തല തിരൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വീട്ടിലെ പറകോളയിൽ കുടുങ്ങിയ പെൺകുട്ടിയെ സാഹസികമായി രക്ഷപ്പെടുത്തി തിരൂർ അഗ്നിരക്ഷാസേന. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ രണ്ടാലിലാണ് സംഭവം. വിദ്യാർത്ഥികളിൽ കൃഷി അവബോധം വളർത്തുന്നതിനായി PPNM UP സ്കൂളിൽ പച്ചക്കറി തോട്ടം നിർമ്മാണത്തിന് തുടക്കമായി. MDPS മുത്തൂർ ITIയിലെ NSS വളണ്ടിയർമാരുടെ സഹകരണത്തോടെയാണ് സ്കൂൾ അങ്കണത്തിൽ തോട്ടം ഒരുക്കിയത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ആലത്തിയൂർ ഹനുമാൻകാവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ശനിയാഴ്ച രാവിലെ 6:30യോടെയാണ് ചെന്നിത്തല ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി P. ശശിധരനും ജീവനക്കാരും ചേർന്ന് സ്വീകരിച്ചു. ME സെൻട്രൽ സ്കൂളിൽ 36ാമത് വാർഷികാഘോഷം മെലോഡിയ 26 എന്ന പേരിൽ വിവിധ പരിപാടികളുടെ സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ചു. MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞിമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം അജു വർഗീസ് മുഖ്യാതിഥിയായി. ജനപ്രതിനിധികൾക്കായി മുസ്ലിം ലീഗ് ശില്പശാല സംഘടിപ്പിച്ചു. തിരൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ശില്പശാല SSM പോളിടെക്നിക് ഓഡിറ്റോറിയത്തിൽ കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. തിരൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ടാക്സി കാറുകൾ നിർത്തരുതെന്ന് റെയിൽവേ. ടാക്സി പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് മാറ്റിയിടണമെന്ന നിർദ്ദേശത്തിനെതിരെ ടാക്സി ഡ്രൈവർമാർ. സ്ത്രീ ശാക്തീകരണത്തിനും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള സുസ്ഥിരമായ പോരാട്ടത്തിൻ്റെ 10 വർഷങ്ങൾ പൂർത്തിയാക്കിയ വിമൻസ് ഇന്ത്യ മൂവ്മെൻറ്റ് 10ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി താനൂർ മണ്ഡലം കമ്മിറ്റി സ്ഥാപക ദിനം ആഘോഷിച്ചു. BRG പരിശീലന കേന്ദ്രത്തിൽ വെച്ച് അധ്യാപകനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് KSTU പ്രതിഷേധം സംഘടിപ്പിച്ചു. തിരൂർ നഗരസഭാ അധ്യക്ഷൻ കീഴടത്തിൽ ഇബ്രാഹിം മാജിക്ക് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയുടെ അനുമോദനം. പരസ്പരം ഷാളുകൾ അണിയിച്ച് ഇരുവരും ഏറെക്കാലമായുള്ള സൗഹൃദം പുതുക്കി. ഇതോടെ ഈ വാർത്തകളിൽ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.